ഹലോ, കോർഫക്കാൻ കണ്ടിട്ടുണ്ടോ? ഷാർജ എമിറേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നിറയെ മലകളും ബീച്ചൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇന്ന് ഞങ്ങൾ 10 പേര് കൂടെ കോർഫക്കാൻ കാണാൻ പോവാം. അവിടെ പോയിട്ട് ഗ്രില്ലൊക്കെ ചെയ്ത് ടെൻറ്റിലൊക്കെ ഉറങ്ങി സ്നൂപ്പി ഐലൻഡും കൂടെ കണ്ടിട്ട് വരുന്ന ഒരു ട്രാവൽ വ്ലോഗാണ് ഇത്. ഇപ്പോൾ കാണുന്നത് ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതാണ്. ഇവിടെ UAE-യിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് ഈ ലോങ് വീക്കെൻഡ്. നാട്ടിലെ പോലെ ഓണവും ക്രിസ്മസും 10 ദിവസം ഹോളിഡേയ്സ് ഒന്നും ഇവിടെ ഇല്ല. വല്ലപ്പോഴും വീട് കിട്ടുന്ന ഈ ലോങ് വീക്കെൻഡൊക്കെ കിട്ടാറുള്ളൂ. ഇപ്രാവശ്യം UAE നാഷണൽ ഡേയുടെ കൂടെ സാറ്റർഡേ സൺഡേ കൂടെ കിട്ടിയ കാരണം 4 ഡേയ്സ് ഹോളിഡേയ്സ് അടുപ്പിച്ച് കിട്ടി. ഞാൻ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ലോങ് വീക്കെൻഡാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ഗോണ ബി. ഞങ്ങൾ 2 കാറായിട്ടാണ് പോയത്. ഇന്ന് ഈവനിങ് ഇറങ്ങി നൈറ്റ് കോർഫക്കാൻ ബീച്ചിൽ ഗ്രില്ല്, അത് കഴിഞ്ഞ് നൈറ്റ് ടെൻറ്റൊക്കെ അടിച്ച് തുടങ്ങിയിട്ട് രാവിലെ സ്നൂപ്പി ഐലൻഡിലെ സൺറൈസ് കാണുന്നതാണ് ലക്ഷ്യം. ഇതൊക്കെ എത്രത്തോളം നടക്കുമെന്നറിയില്ല, പക്ഷേ ഇതിവരുടെ കുറേ കാലമായിട്ടുള്ള പ്ലാനാണ്. എനിക്കിപ്പോൾ ഞാനും ആഡോണായി. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ റൂമിൽ നിന്ന് ഞാനും എൻ്റെ റൂമിയും ഉണ്ട് ഭദ്ര. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സ്നൂപ്പി ഐലൻഡ്. നമ്മൾ പോസ്റ്റിന്റെ അടുത്ത് നിന്ന് പോസ്റ്റായി ഗൈസ്. പോസ്റ്റ് ചാരി പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു 15 മിനിറ്റ് ആയിക്കാം. അരമണിക്കൂറായി. സോറി ഗൈസ്, അരമണിക്കൂറായി. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് സമുച്ചയം. Welcome to Mabel's vlog. Corfcan. After that, Snoopy Island. Food day, grill day, ഇതൊക്കെ തന്നെ മെയിൻ പ്രോഗ്രാം. അങ്ങനെ നമ്മൾ നമ്മുടെ കോർഫക്കാൻ ബീച്ചിലെത്തിയിട്ടുണ്ട്. 6:15 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു 8:45 ആയിട്ടോ ഇവിടെ എത്തിയപ്പോൾ. ആൻഡ് ഇതിന് എവിടേക്കോ ഒരു കോഴിക്കോട് ബീച്ചിൻ്റെ സാമ്യത ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം ആ സ്ട്രീറ്റ് ലൈറ്റും പിന്നെ ആ ഫുട്പാത്തും ആൾക്കാരിരുന്ന് സംസാരിക്കുന്നതും ഐസ്ക്രീം വണ്ടികളും എല്ലാം കൊണ്ടും എവിടേക്കോ അങ്ങനെ ഒരു വൈബ് അടിക്കുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോലെ നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് ഇവിടെ ഗ്രില്ല് ചെയ്യാൻ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരുണ്ട്. ആൻഡ് സമയം നോക്കാതെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നവരും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ഗ്രില്ലിംഗ് പ്ലാൻ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് തീ പിടിക്കാൻ ഒരു ലിക്വിഡും ഒരു ഫാനും ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഷടപടേന്നായിരുന്നു. പിന്നെ ഇതേ കുറേ നല്ല ബ്യൂട്ടിഫുൾ പിക്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ ക്യാമറ കാരണം ഇവരാണ്. പിന്നെ ഈ ബീച്ചിൽ തിര ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കവര് കാണാൻ പറ്റും. അധികമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കവരെന്ന് പറയുന്ന സംഭവം കണ്ടത്. അങ്ങനെ നമ്മുടെ പനീറും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിടക്കാനൊരു സ്ഥലം നോക്കണം. ഇതൊരു പ്രീ പ്ലാൻഡ് ട്രിപ്പൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എവിടെ ഗ്രില്ല് ചെയ്യണമെന്നോ എവിടെ ടെൻ്റ് അടിച്ച് കിടക്കുന്നോ അങ്ങനത്തേനെ പറ്റി യാതൊരു പ്ലാനിങ്ങും ഇല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ചുമ്മാ കാണുന്ന സ്ഥലത്ത് ഗ്രില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ടെൻ്റ് അടിക്കാനൊന്നും ഇവിടുത്തെ ലോകളെ സമ്മതിക്കാറില്ല. നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്ത സ്ഥലത്ത് ടെൻ്റ് അടിക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ സ്നൂപ്പി ഐലൻഡിൽ പോയി ടെൻ്റ് അടിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. പക്ഷേ അതിനു മുമ്പ് ആ ബീച്ചിൽ കല്ലെറിഞ്ഞ് കളിക്കുന്നതാണ് ഈ കാണുന്നത്. പലതരം കളികൾ. എന്തോ എവിടെയോ വീടിൻ്റെ ബാക്കിൽ പുഴയുള്ള ഞാൻ ഇങ്ങനെ നിന്നുപോയി. കൊള്ളാലോ, ഈ കളികൾക്കൊക്കെ ഇത്രയും രസമുണ്ടോ? എന്തായാലും കൊള്ളാം.
കൃത്യം 1 മണി നമ്മൾ താൻ വിട്ട് സ്നൂപ്പി ഐലൻഡ് പോവുകയാണ്. ഈശ്വര ലൈറ്റിലില്ല. ഇപ്പോൾ എൻ്റെ വണ്ടിയിലുള്ളത് ഭദ്ര. വരൂ 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 ഭദ്ര. ദിസ് ഈസ് അലൻ. ഹായ് പറയൂ. ഹായ് പറയൂ. ദിസ് ഈസ് ജോയ് ചേട്ടൻ ആൻഡ് ദിസ് ഈസ് ഡ്രൈവർ തോംസൺ. ഓക്കെ ബൈ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ സ്നൂപ്പി ഐലൻഡ് കാണാൻ അടുത്ത വ്ളോഗ് വരണേ. ബാക്കി വിശേഷങ്ങൾ സ്നൂപ്പി ഐലൻഡും അതിൽ പറയാം. അപ്പോൾ ഓക്കെ ബൈ.